നിങ്ങളിവിടെ സ്ക്രീനിന് താഴെ നോക്കുക. ഇവിടെ വിഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? നമ്മുടെയൊക്കെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിനകത്തുള്ള ഒരു ഓപ്ഷനാണ് ഈ വിഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷനെ കുറിച്ചിട്ട് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വിഡ്ജറ്റിന്റെ പ്രയോജനം എന്താണെന്ന് ഞാനൊന്ന് ആദ്യം ചുരുക്കി വിവരിച്ചു തരാം. ഇപ്പൊ നമ്മുടെ ഫോണിൽ ഫോൺ പേ ഉണ്ട്. നമ്മൾ ഒരു കടയിൽ പോയിട്ട് ഒരു സാധനം പർച്ചേസ് ചെയ്ത് പേയ്മെന്റ് നടത്തുന്ന സമയത്ത് ആദ്യം നമ്മൾ ഫോൺ പേ ഓപ്പൺ ചെയ്യണം, എന്നിട്ട് QR കോഡ് എടുക്കണം, എന്നിട്ട് അയാളുടെ QR കോഡ് സ്കാൻ ചെയ്യണം. എന്നാൽ നമുക്ക് വിഡ്ജറ്റിലൂടെ ഡയറക്റ്റ് ഈ സ്കാനർ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നമ്മുടെ ഫോണിൽ കിടക്കുന്ന പല ആപ്ലിക്കേഷന്റെയും ഷോർട്ട് കട്ടുകൾ നമുക്ക് ഈ വിഡ്ജറ്റിനകത്ത് നിന്ന് ലഭിക്കുന്നതാണ്. ഇത് വെറും ആപ്ലിക്കേഷൻ്റെത് മാത്രമല്ല, നമ്മുടെ ഫോണിൽ കിടക്കുന്ന സെറ്റിംഗ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഡിസ്പ്ലേ മനോഹരമാക്കാനുള്ള പല ഫീച്ചറുകളും ഈ വിഡ്ജറ്റിനകത്തുണ്ട്. അപ്പോൾ ഈ വിഡ്ജറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. നമ്മുടെ ഫോണിലെ ഹോം സ്ക്രീനിൽ കാലിയായി കിടക്കുന്ന സ്ഥലത്തൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് വിഡ്ജറ്റ്സിന്റെ ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഇത് വിഡ്ജറ്റ്സ് എന്നും വായിക്കാം. സാംസങ് ഫോണിൽ മാത്രമാണ് ഈ ഒരു ഓപ്ഷനിൽ മാറ്റമുള്ളത്. അതുകൊണ്ട് സാംസങ് ഫോണിൻ്റെത് അവസാനം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ബാക്കിയൊക്കെ ഫോണിൽ നമ്മുടെ ഈ ഹോം സ്ക്രീനിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ, ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ താഴെ വിഡ്ജറ്റ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഓപ്ഷൻ ഉണ്ട്. ആദ്യം ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം തന്നെ ക്ലോക്കിൻ്റെ പലതരം ഷോർട്ട് കട്ടുകൾ നിങ്ങൾക്കിത് കാണാം. ഇതൊക്കെ നമുക്ക് സ്ക്രീനിൽ വെക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ എയർടെൽ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ഗെയിം, അതുപോലെ തന്നെ നിരവധി എൻ്റെ ഫോണിലുള്ള ആപ്ലിക്കേഷനും അതുപോലെ തന്നെ കമ്പനി തന്ന ആപ്ലിക്കേഷൻ്റെയൊക്കെ പലവിധ ഷോർട്ട് കട്ടുകൾ ഇതിനകത്തുണ്ട്. ഇനി ഞാൻ ആദ്യം ഒന്ന് ഫോൺ പേയുടെ ഓപ്ഷൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഫോൺ പേയുടെ രണ്ട് ഓപ്ഷന് ഇതിനകത്തുണ്ട്. ഒന്ന് QR കോഡും ഒന്ന് മുഴുവൻ ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ QR കോഡാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ ഈ QR കോഡ് ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ഹോം സ്ക്രീനിലേക്ക് അതിൻ്റെ ഷോർട്ട് കട്ട് വന്നിട്ടുണ്ട്. ഇത് പല സൈസിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ പർച്ചേസ് ഒക്കെ ചെയ്ത് പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ജസ്റ്റ് ഈ QR കോഡിലേക്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഡയറക്റ്റ് QR കോഡ് ഓൺ ആകും. നമുക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അത് സ്കാൻ ചെയ്തിട്ട് പാസ്വേഡും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് പേയ്മെൻറ്റ് നടത്താൻ പറ്റുന്നതാണ്. അതിനായിട്ട് നമുക്ക് ഫോൺ പേ ഓപ്പൺ ചെയ്യണമെന്നില്ല. ഇതുപോലെ നമുക്ക് സ്ക്രീനിൽ ഷോർട്ട് കട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോർട്ട് കട്ട് വേണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ തന്നെ സ്ക്രീൻ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ആ മൈനസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ കാണിച്ചു തരാം. ഇതിനകത്ത് നിരവധി ക്ലോക്കുകളുണ്ട്. ക്ലോക്കിൻ്റെ ഓപ്ഷനിൽ നിരവധി ക്ലോക്കിൻ്റെ ഷോർട്ട് കട്ട് ഉണ്ട്. ഇതുപോലെ നമുക്ക് സ്ക്രീനിൽ പലതരം ക്ലോക്കുകൾ കൊണ്ടുവരാനും ഇതിനകത്തുണ്ട്. പല ഫോണിലും പലതരത്തിലായിരിക്കും കേട്ടോ ഇത്. ഇനി ഈ ജെമിനി ആപ്പ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ ഷോർട്ട് കട്ട് ഇതിനകത്തുണ്ട്. പല ഫീച്ചേഴ്സും നമുക്ക് ഡയറക്റ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതുപോലെ സ്ക്രീനിൽ വലിച്ച് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജെമിനി ആപ്പിൻ്റെ ലൈവ് ഓപ്ഷൻ ഒക്കെ ഉണ്ടല്ലോ, അതിന് ജെമിനി ആപ്പ് ഓപ്പൺ ചെയ്യണമെന്നില്ല. ഇവിടുന്ന് തന്നെ നമ്മുടെ ഹോം സ്ക്രീനിൽ നിന്ന് തന്നെ ഡയറക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ലൈവ് ചാറ്റും കാര്യങ്ങളൊക്കെ നടത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മൾ ട്രാൻസ്ലേറ്ററിൻ്റെതാണ് വെക്കുന്നതെങ്കിൽ രണ്ടോളം ഓപ്ഷൻ ഉണ്ട്. അതായത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉണ്ടല്ലോ, അത് നമുക്ക് സ്ക്രീനിൽ വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇവിടുന്ന് കാര്യങ്ങൾ ചെയ്യേണ്ട ഓപ്ഷൻ ലഭിക്കും. ഇനി യൂട്യൂബിൻ്റെതാണ് നമ്മൾ ഇതുപോലെ വിഡ്ജറ്റ്സിലൂടെ വെക്കുന്നതെങ്കിൽ പല ഫീച്ചേഴ്സും നമുക്ക് ഡയറക്റ്റ് കിട്ടും. യൂട്യൂബിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ഇവിടുന്ന് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതും ഫോണിലുള്ളതുമായിട്ടുള്ളത് പല കാര്യങ്ങളും നമുക്ക് വിഡ്ജറ്റ്സിനകത്ത് നിന്ന് ഇതുപോലെ പുറത്ത് ഹോം സ്ക്രീനിൽ ഷോർട്ട് കട്ട് വെക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഈ സാംസങ് ഫോൺ ആണെങ്കിൽ നേരത്തേതുപോലെ തന്നെ നമ്മുടെ ഹോം സ്ക്രീനിൽ ഒഴിവായി കിടക്കുന്നിടത്ത് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇവിടെ താഴെ വിഡ്ജറ്റ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ വ്യത്യാസം ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് നമുക്ക് നേരത്തേതുപോലെ എല്ലാ ഷോർട്ട് കട്ടും കാണിക്കില്ല. ഓരോ ആപ്ലിക്കേഷനായിട്ടാണ് കാണിക്കുക. അത് 2, 3 എന്നൊക്കെ ഉണ്ടാവും. ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്ന് ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അത്രേ വ്യത്യാസം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.